നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ജീവനോടെയുണ്ടെന്നും രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെളിപ്പെടുത്തി. ഫെബ്രുവരി 28-നുണ്ടായ US-ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായിരിക്കുകയാണ്. മൊജ്തബ ഖമനേയി പരമോന്നത നേതാവ് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് ട്രൂത്ത് സോഷ്യലിലൂടെ സന്ദേശം പങ്കുവച്ചിരുന്നു. എന്തായാലും അവർ തന്നെ അത് ലംഘിക്കുകയാണ്. US സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുൻപാകെ സംസാരിക്കവെയാണ് മാർക്കോ റൂബിയോ അതീവ പ്രാധാന്യമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലും സൈനിക തീരുമാനങ്ങളിലും മൊജ്തബ ഖമനേയിയുടെ ശക്തമായ ഇടപെടലുകൾ ദൃശ്യമാണെന്ന് മാർക്കോ റൂബിയോ സെനറ്റ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തി. ഫെബ്രുവരിയിലുണ്ടായ ആക്രമണത്തിന് ശേഷം ഖമനേയി പരസ്യമായി പ്രത്യക്ഷപ്പെടാതിരുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ കാരണമായിരുന്നു. എന്നാൽ US രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഭരണരംഗത്ത് സജീവമാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥിരീകരിച്ചത്. ഫെബ്രുവരി 28-ന് ഇറാൻ നേരെയുണ്ടായ US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ മൊജ്തബ ഖമനേയിക്ക് പരിക്കേറ്റിരുന്നുവെന്ന കാര്യവും റൂബിയോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിത വ്യോമാക്രമണത്തിനിടയിലാണ് ഖമനേയിക്ക് പരിക്കേറ്റത്. പരിക്കുകൾ ഗുരുതരമല്ല എന്നായിരുന്നുവെന്നും ആവശ്യമായ ചികിത്സകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങി എന്നുമാണ് US-ന്റെ വിലയിരുത്തൽ. നിലവിലെ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇറാനുമായി ഒരു നയതന്ത്ര കരാറിൽ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി പ്രത്യാശ പ്രകടിപ്പിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും ഇറാനുമായി ചർച്ചകൾക്ക് US തയ്യാറാണെന്ന സൂചനയാണ് മാർക്കോ റൂബിയോ നൽകിയത്. എന്നാൽ ഈ കരാർ സാധ്യമാകണമെങ്കിൽ ഇറാൻ ചില കർശനമായ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമേൽ US ചുമത്തിയിട്ടുള്ള സാമ്പത്തിക വാണിജ്യ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ രാജ്യം തങ്ങളുടെ ആണവ പദ്ധതികൾ ഗണ്യമായി പരിമിതപ്പെടുത്താൻ തയ്യാറാകണമെന്നും മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആണവ മുന്നേറ്റങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് US കരുതുന്നു. അതിനാൽ ആണവ സമ്പുഷ്ടീകരണ പ്രക്രിയകൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായാൽ മാത്രമേ ഉപരോധങ്ങൾ ഇളവ് വരുത്തുന്ന കാര്യം പരിഗണിക്കൂ എന്നും വ്യക്തമാക്കിയിരുന്നു. മേഖലയിലെ പ്രധാന വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ എത്രയും വേഗം വീണ്ടും തുറക്കണമെന്ന ആവശ്യവും US ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇറാൻ ശക്തമായ ആക്രമണം അമേരിക്കൻ നാവിക സൈനിക ബേസുകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ബഹ്റൈൻ, കുവൈറ്റ് മേഖലകളിലേക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കടുത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഏത് ഘട്ടത്തിലേക്ക് മാറും എന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. നിലവിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് പാത അടച്ചിട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന വെടിവയ്പ്പുകൾ അടിയന്തരമായി നിർത്തലാക്കണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെടുന്നുണ്ട്. നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് ഇറാൻ നശിപ്പിക്കപ്പെട്ടു പോയ അവരുടെ മിസൈൽ ശേഖരണ സംവിധാനങ്ങളുടെ വാതിലുകളൊക്കെ തന്നെ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത്. സ്വാഭാവികമായും കടുത്ത ആക്രമണത്തിന് ഇറാൻ തയ്യാറാണെന്നും IRGC നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ സാഹചര്യങ്ങളൊക്കെ സാധൂകരിക്കും തന്നെയാണ് നിലവിലെ ഇറാന്റെ തിരിച്ചുവരവ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണ്. ഇറാന്റെ കടുത്ത ആക്രമണങ്ങൾ തുടരുന്നു. ഇതിന് പകരമായി ക്വഷൻ ദ്വീപിലേക്ക് അമേരിക്ക തിരിച്ചാക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമവായ ചർച്ചകൾ ഏത് ഘട്ടത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്.